നമസ്കാരം, ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡുകാരായ പുരുഷന്മാരുടെ വസ്ത്ര സാങ്കല്പിക ലോകത്തേക്ക് വേറിട്ട ഡിസൈനുമായി കടന്നു വന്ന കോബ്സിനെയാണ്. ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റെഡിമെയ്ഡ്സ്, വെഡ്ഡിങ്സ്, ഷർട്ട് ഡിസൈൻസ് എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് കോബ്സ്. കോബ്സിന് 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് ദുബായിലാണ്. ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ കോബ്സ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള വസ്ത്രങ്ങൾക്ക്, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള രീതികൾക്കനുസരിച്ച് കൃത്യമായ ഡിസൈനിങ് ഉണ്ടാക്കിത്തരാൻ കോബ്സ് മിടുക്കരാണ്. വെഡ്ഡിങ്ങിന്റെ കാര്യത്തിൽ കോബ്സ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല. അത്രത്തോളം വലിയ ഒരു സെലക്ഷൻ തന്നെ ഇവിടെയുണ്ട്. എന്തിനു പറയണം, കാസർഗോഡ് ജില്ലക്ക് പുറത്തുനിന്ന് വരെ ആളുകൾ ഇവിടുത്തെ വെഡ്ഡിംഗ് സെലക്ഷൻ കണ്ടിട്ട് വരാറുണ്ട്. അടുത്തതായി നമുക്ക് കോബ്സിനെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം. സെലക്ഷനുകൾ കിടിലം തന്നെയാണ്. കോബ്സിന് ഒരുപാട് ആരാധകരുണ്ട്. ഒരു വിശദമായ പരിചയപ്പെടലിനോട് നമുക്ക് കിടക്കാം. ഷർട്ട് CB അല്ലേ? CB എന്ന ഒരു ബ്രാൻഡാണ്. ആക്ച്വലി ബ്ലാക്ക് ആണ്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഡിസൈന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈക്കുള്ളതല്ലേ, ചെറിയൊരു ഡിസൈന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ആവുന്നതാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ സാധനം ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ CBക്ക് വേണ്ടി ചോദിച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ 5-6 ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി. മെയിനായിട്ട് CBക്കും നല്ല ആൾക്കാരുണ്ട് ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ കോബ്സിന് തന്നെ സ്വന്തമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓൺ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം. CB ഓൾറെഡി കസ്റ്റമേഴ്സ് ഒരു ചോയ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഷോപ്പിലേക്ക് വരുന്നു, CBയെ ചോദിക്കുന്നു, അങ്ങനെയുള്ള ഒരു രീതി വരുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് വേറെ ബ്രാൻഡുകൾ ഉണ്ടല്ലേ. കാറ്റ് ബോയ് ഉണ്ട്, കുർദിഷ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഏതാണ് ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ? അങ്ങനെ എന്തെങ്കിലും? ലൈക്ര. ആക്ച്വലി എന്താണ് ലൈക്രയുടെ ഒരു ഇവിടെ നല്ല കംഫർട്ട് ആയിരിക്കും. ലൈക്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുമ്പോൾ അതിനൊരു കംഫർട്ട് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഷർട്ട് ആക്ച്വലി അതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കോബ്സിൻ്റെ ഡിസൈനാണ്. നമ്മളിതിൻ്റെ വിഷ്വൽ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി ഇത് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഡിസൈനാണ്. ഈ കാണുന്നതൊക്കെ ഇവരുടെ ഓൺ ഡിസൈനാണ്. ഇട്ടത് കൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും, നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ടിടാകുമ്പോൾ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കോബ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ലീഡിംഗ് ബ്രാൻഡായ കുർദിഷിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കോബ്സ് വിപണിയിലേക്ക് എത്തിക്കുന്നത് കുർദിഷിൻ്റെ ഒരു കിടിലൻ ഷർട്ടാണിത്. നമുക്കറിയാം ലീഡിംഗ് ബ്രാൻഡാണ്. അപ്പം അത്യാവശ്യം നല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം അത്രത്തോളം ക്വാളിറ്റി ഷർട്ടിലുണ്ടാവും അല്ലേ. ക്വാളിറ്റി അത്രത്തോളം ഉണ്ടാവും. കോസ്റ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? ഒരു ചെറിയൊരു കോസ്റ്റ് തന്നെയാണ് വരുന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് കുർദിഷിന് നല്ല ഡിമാൻഡ് ഉണ്ടല്ലേ. അപ്പോൾ പീപ്പിൾ ചോയ്സ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ചോയ്സ് ചെയ്യുന്ന ഒരു ഷർട്ട് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് CB, കുർദിഷ്. ഇത്തരത്തിലുള്ള കിടിലനായിട്ടുള്ള ബ്രാൻഡുകളുടെ ഒരു വലിയ കമ്പനീയ ശേഖരണം തന്നെ കോബ്സിലുണ്ട്. അത് കോബ്സിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഷർട്ടിനെ കുറിച്ച് ഒരുപാട് പരിചയപ്പെട്ടു. കോബ്സിന്റെ കിടിലനായിട്ടുള്ള സെലക്ഷനുകളാണ് ഷർട്ട്സ്. അതോടൊപ്പം കിടിലനായിട്ടുള്ള ജീൻസും ഉണ്ട്.
ഒരു വ്യക്തമായ പരിചയപ്പെടലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, ഒരു നിങ്ങളെ കാണിക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ഓക്കെ, റൈറ്റ്. കാണാം. ഓക്കെ, ഇതാണ് ഏതാണ് ബ്രാൻഡ് വരുന്നത്? സൂപ്പർ നൈട്രജൻ എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒപ്പം ഇതിൽ വരുന്ന ഡിസൈൻസുകൾ നമ്മൾ കണ്ടതാണ്. ഒരു സ്ക്രാച്ച് വരുന്നുണ്ട്, അതായത് അത്യാവശ്യം ഇപ്പോൾ ഏകദേശം പാൻറ്റുകളിൽ വരുന്നത്. അതിനൊപ്പം ഡിഫറെൻ്റ് ആക്കുന്നത് ചൈന അല്ലേ? ചൈന വരുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട് ചൈന വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2 ഭാഗത്തായിട്ടും വരുന്നുണ്ട്. ആക്ച്വലി ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാണാൻ കിട്ടുന്ന ലുക്കായിരിക്കും. ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ലുക്കിൽ. അത്രത്തോളം സെലക്ഷൻ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ്. ഫ്രണ്ടിലോട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ക്രാച്ച് വരുന്നുണ്ട് അല്ലേ? ചൈന വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്? അതായത് കോബ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കോസ്റ്റ് ആണ് അല്ലേ? ഫസ്റ്റ് കോസ്റ്റ് 700 ആണ്. അത് വലിയ ഒരു ഓപ്ഷൻ തന്നെയാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. 700-ന് ഒരു നല്ല ക്വാളിറ്റികൾ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഒരുപാട് നല്ല ബ്രാൻഡ്സുള്ള ഒരു ബ്രാൻഡ്സിൻ്റെ ഒരു വലിയ ശേഖരണമുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കോബ്സ്. 700-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര വരെ ഉണ്ടാവും? ഏകദേശം 1200 വരെ ഉള്ള പാൻസ് ഉണ്ടാവും. അപ്പോൾ ആ റേറ്റ് കൂടുന്നത് പോലെ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ക്വാളിറ്റി കൂടുന്നുണ്ടാവും. അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ 700-നും ഇവിടെ ലഭ്യമാണ് പാൻറ്. ഒരു കാര്യം കാസർഗോഡുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ എന്നും കാസർഗോഡുകാർ മുന്നിട്ട് നിൽക്കുകയാണ്. അത് കാസർഗോഡിലേക്ക് വരുന്ന സെലക്ഷനുകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ കാസർഗോഡുകാരൻ്റെയും ഈ ഒരു വികസനത്തിന് പിന്നിലെ രഹസ്യം. അപ്പോൾ അതിനോട് 100% കൂറ് പുലർത്തുകയാണ് കാസർഗോഡ് ജില്ലയിലെ കോബ്സ് എന്ന വസ്ത്ര വിപണന കേന്ദ്രം. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഉണ്ടാകും. അത്തരത്തിലുള്ള നമ്മളിപ്പോൾ ഒരുപാട് ജീൻസിനെ കുറിച്ച് പരിചയപ്പെട്ടു. ഇനി കോട്ടൺ പാൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം. ഒരു ചെറിയൊരു ഡിസൈനാണിത് അല്ലേ? ജോദാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പാൻറ്റാണിത്. ഒപ്പം എനിക്ക് തോന്നുന്നത് ഈ അടുത്തായിട്ട് വന്ന ഒരു ട്രെൻഡി മോഡലാണ് അല്ലേ? ബാക്കിലേക്ക് ഫ്ലാപ്പ് വന്നിട്ടുള്ള അല്ലേ? ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട് ബാക്കിൽ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം ചെക്കാണ്. അത്യാവശ്യം ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കല്ല അല്ലേ? ഒരു വ്യക്തമായിട്ട് നല്ല കിടിലനായിട്ട് പുറത്തേക്ക് ധരിക്കാൻ പറ്റുന്നതും ഒപ്പം അത്രത്തോളം അട്രാക്ഷനുള്ള ഒരു പാൻറ്റും കൂടിയാണിത്. കോബ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റായ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിലേറ്റവും ഹൈലൈറ്റായി കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് ജീൻസിൻ്റെ ഷോർട്സ്. കിടിലൻ സെലക്ഷനാണ്, ഒരു രക്ഷയില്ല. ഒരു ചെറിയൊരു സാധനം അല്ലേ? ആക്ച്വലി എന്താണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക്? സ്ക്രാച്ച് വരുന്നുണ്ട്. ഈ 2 സൈഡിലുമായിട്ട് സ്ക്രാച്ച് വരുന്നുണ്ട്. ഒപ്പം ഒരു ഫോൾഡിങ് വരുന്നുണ്ട്. ആക്ച്വലി ഇതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പിന്നെ ബാക്കിലായിട്ട് വരുന്നുള്ളത് ഏകദേശം പോക്കറ്റിലോട്ട് ഒരു ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട്. 2 സൈഡിലുള്ള പോക്കറ്റിലേക്ക് ഒരു സ്ക്രാച്ച് വരുന്നുണ്ട്. അതൊരു പ്രത്യേക ഡിസൈൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ചോയ്സ് ആണല്ലേ? പീപ്പിൾസ് നല്ല രീതിയിൽ ചോയ്സ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഷോർട്സ് ആണ്. ജീൻസിൻ്റെ ഒരു ഷോർട്സ് ആണിത്. നല്ല കിടിലനായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. കോബ്സിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് വെഡ്ഡിങ്ങിന് കോബ്സിൽ യാതൊരു രക്ഷയില്ല. കാരണം അത്രത്തോളം വലിയ ഒരു സെലക്ഷൻ തന്നെയാണ് കോബ്സിൽ വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ആളുകൾ കാസർഗോഡ് ജില്ലക്ക് പുറത്തു നിന്ന് വരെ ഒരുപാട് ആളുകൾ കോബ്സിനെ ചോദിച്ച് വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിൽ വരാറുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും വരെ ആളുകൾ ഇവിടെ എത്താറുമുണ്ട്. അത്രത്തോളം പ്രത്യേകതയുള്ള ഒരു തരം ഡിസൈനുകളാണ് കോബ്സ് വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്തു കൊടുക്കുന്നുള്ളത്. നമുക്ക് പരിചയപ്പെടാം. കോബ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജോധ്പൂരി അല്ലേ? ജോധ്പൂരിയിലുള്ള ഒരു മോഡലാണിത് അല്ലേ? എങ്ങനെയാണ് വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിൽ കോബ്സിനോട് പീപ്പിൾസ് ചോയ്സ്?
വെഡിങ് പൊതുവെ കാസർഗോഡ് വെഡിങ്ങിൽ ഒരു കോംപ്രമൈസ് ചെയ്യില്ല. ഇല്ല, ഷുവർ. ബെസ്റ്റ് ആണ് കാസർഗോഡിന്, ബെസ്റ്റ് ഡ്രസ്സിംഗ് സ്റ്റൈലാണ് കാസർഗോഡ് വെഡിങ്ങിന്റെ കാര്യത്തിൽ. നമ്മൾ അതുപോലെ തന്നെ ഡ്രസ്സിംഗിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ബെസ്റ്റ് തന്നെ കൊടുക്കും കസ്റ്റമേഴ്സിന് വിത്ത് ക്വാളിറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചോദിച്ചുകൊണ്ട് പുറമെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോബ്സിനെ ചോദിച്ചുകൊണ്ട് പുറമേ നിന്ന് വരെ ആളുകൾ വരാറുള്ളത് വെഡ്ഡിങ്ങിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. കാസർഗോഡിന്റെ ഹൃദയഭാഗത്താണ് കോബ്സ് സ്ഥിതി ചെയ്യുന്നത്, നിയർ സിറ്റി ഗോൾഡ്. ഏവർക്കും വരാം. ടൗൺ ടോപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് കാസർഗോഡിന്റെ വസ്ത്ര വിപണന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കോബ്സിനെയാണ്. ഇനിയും ഒരുപാട് പുതിയ എപ്പിസോഡുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. നന്ദി, നമസ്കാരം.